എല്ലാ കൂട്ടുകാർക്കും ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി അക്ഷരമുറ്റം സബ് ജില്ലാ ക്വിസിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായി ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ ക്വിസാണിത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഒന്നാമത്തെ ചോദ്യം, 2024 വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം ജേതാവായത് ആരാണ്? ഉത്തരം ബാർബറ കിച്ചിരിക്കോവ. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള താരമാണിത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഉത്തരം 1933. അടുത്ത ചോദ്യം, 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ഉത്തരം സ്പെയിൻ. അടുത്ത ചോദ്യം, MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രത്തിൻ്റെ പേര് എന്താണ്? മനോരഥങ്ങൾ. അടുത്ത ചോദ്യം, അടുത്തിടെ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ രാജ്യം ഏതാണ്? ഉത്തരം പെറു. അടുത്ത ചോദ്യം, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്? ഉത്തരം 100 രൂപയുടെ നാണയം. അടുത്ത ചോദ്യം, 2024 ജൂലൈയിൽ ചരിത്രപ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം തടവും 25,000 രൂപ വരെ ശിക്ഷയും ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബിൽസ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, നേപ്പാൾ പ്രധാനമന്ത്രിയായി 4ാം തവണയും അധികാരമേറ്റത് ആരാണ്? ഉത്തരം KP ശർമ്മ ഒലി. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട് കോടഞ്ചേരി പുലിക്കയത്താണ്. അടുത്ത ചോദ്യം, 2023 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറിയുടെ ചെയർമാൻ ആരായിരുന്നു? സുധീർ മിശ്ര. ഹിന്ദി സംവിധായകനായ സുധീർ മിശ്രയായിരുന്നു. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന KB മേനോൻ്റെ ജീവിതം കഥയായ പുസ്തകം ഏതാണ്? ഉത്തരം അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ. അടുത്ത ചോദ്യം, അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം BK തിരുവോത്ത്. അടുത്ത ചോദ്യം, 2024 ജൂലൈയിൽ യുണിസെഫിൻ്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം ലിറ്റിൽ കൈറ്റ്സ്. അടുത്ത ചോദ്യം, പ്രമുഖ ആയുർവേദ ചികിത്സകൻ ഡോക്ടർ PK വാര്യരുടെ ജീവിതം പ്രമേയമാക്കി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം മായാത്ത ഓർമ്മകൾ. അടുത്ത ചോദ്യം, PK വാര്യരുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം സ്മൃതിപർവം. അടുത്ത ചോദ്യം, പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനിയുടെ പേര് എന്താണ്? ഉത്തരം എയർ കേരള. അടുത്ത ചോദ്യം, 2024 ജൂലൈയിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ആരാണ്? ഉത്തരം ഷൂട്ടിംഗ് താരമായ ഗഗൻ നരംഗ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഇനി ഏത് പേരിലാണ് അറിയപ്പെടുക? ഉത്തരം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഇനി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിൽ. അതിൻ്റെ ടാഗ്ലൈൻ ആരോഗ്യം പരം ധനം. അടുത്ത ചോദ്യം, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഉത്തരം
ഓപ്പറേഷൻ ഫാനം. അടുത്ത ചോദ്യം, അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ഏതാണ്? ഉത്തരം ISI. അടുത്ത ചോദ്യം, LP സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഹെൽത്തി കിഡ്സ്. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേരെന്താണ്? ഉത്തരം കതിരവൻ. സംവിധായകൻ അരുൺ രാജ്. അയ്യങ്കാളിയായി അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ്. അടുത്ത ചോദ്യം, ലോകമെങ്ങുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? ഉത്തരം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. അടുത്ത ചോദ്യം, ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മലയാളിയായ അബ്ദുള്ള അബൂബക്കർ? ഉത്തരം ട്രിപ്പിൾ ജമ്പ്. അടുത്ത ചോദ്യം, അടുത്തിടെ അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഡിഡിമോകാർപ്പസ് ജാനകിയെ. അടുത്ത ചോദ്യം, 2024 T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. അടുത്ത ചോദ്യം, 2026 T20 വേൾഡ് കപ്പ് വേദി എവിടെയാണ്? ഉത്തരം ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അടുത്ത ചോദ്യം, 117-ാം വയസ്സിൽ സ്പെയിനിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ പേര് എന്താണ്? ഉത്തരം മരിയ ബ്രാന്യാസ്. അടുത്ത ചോദ്യം, നീരജ് ചോപ്രയെ അഭിവാദ്യം ചെയ്യാൻ പാരീസ് ഒളിമ്പിക്സിലെത്തിയ കേരളത്തിൽ നിന്ന് 22,000 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയത് ആരാണ്? ഉത്തരം ഫായിസ് അഷ്റഫ് അലി. അടുത്ത ചോദ്യം, 2024 ജൂലൈ 30-നുണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിലിൽ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടത് വയനാട്ടിലെ ഏത് താലൂക്കിലാണ്? ഉത്തരം വൈത്തിരി താലൂക്ക്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യൻ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രൊഫഷണൽ ടെന്നീസ് കളിക്കാരൻ്റെ പേര് എന്താണ്? ഉത്തരം രോഹൻ ബൊപ്പണ്ണ. അടുത്ത ചോദ്യം, ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം എന്നത് ആരുടെ പുസ്തകമാണ്? ഉത്തരം S ധനുജകുമാരി. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡിൻ്റെ പേരെന്താണ്? ഉത്തരം നിള. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഉത്തരം ഡ്യൂറൻ കപ്പ്. അടുത്ത ചോദ്യം, വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ബംഗ്ലാദേശിൽ നിന്ന് ഏത് രാജ്യത്തേക്കാണ് മാറ്റിയത്? ഉത്തരം UAE. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഗഗൻയാൻ. അടുത്ത ചോദ്യം, ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, ആരോഗ്യമേഖലയിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ആർദ്ര കേരള പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്. മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം. അടുത്തത് മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേ ഒരു പവിഴ ദ്വീപ് ഏതാണ്? ഉത്തരം സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ്.
താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.